ഫുട്ബോളൊക്കെ കളിക്കാൻ തുടങ്ങി, ഷട്ടിലൊക്കെ കളിക്കാൻ തുടങ്ങിയോടുകൂടി കളിക്കാൻ കഴിയുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ ആ കളിക്കൂട്ടത്തിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും അവരോടൊപ്പം പിടിച്ചു നിൽക്കുകയും ആ അവസ്ഥയെ മറികടക്കുകയാണ് ചെയ്തത്. ഞാനൊരു ഗോൾ കീപ്പറായിരുന്നു കുട്ടിക്കാലത്ത്. ഏറ്റവും കൂടുതൽ ചിത്ര പ്രദർശനം നടത്തിയത് കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിലാണ്. 2017 എനിക്ക് ഒരു ദേശീയ പുരസ്കാരം ഡോക്ടർ അംബേദ്കറിന്റെ നാഷണൽ എക്സലൻസി ആർട്ട് അവാർഡ് ലഭിച്ചു. അത് എന്റെ മൊത്തം തരത്തിലുള്ള മേഖലയിലായിരുന്നു തോന്നുന്നു. ഇപ്പം ദിവ്യാംഗൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദിവ്യാംഗൻ കോച്ച്, ദിവ്യാംഗൻ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദിവ്യമായ എന്താ പറയാ, അതിന് പറയുന്നത് ഗ്ലോറിഫൈഡ് ബോഡീസ് എന്നാണ്. ഗ്ലോറിഫൈ ചെയ്ത ബോഡീസ് ആണ് ഒരു ഭിന്നശേഷിക്കാരെ വിളിക്കുന്നതിൽ ഒരു പന്തികേടുണ്ട്. പരിമിതികളെ വെല്ലുവിളിക്കുന്ന സർഗവൈഭവത്തിന്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭിന്നശേഷി സർഗവൈഭവത്താൽ അതിജീവിക്കുന്ന പ്രതിഭാശാലിയാണ് ദിലീപ് കീഴൂർ. കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്കടുത്ത കീഴൂർ സ്വദേശിയായ എഴുത്തുകാരനും ചിത്രകാരനും സിനിമാ പ്രവർത്തകനുമായ ദിലീപ് കീഴൂർ ചിത്രപ്രദർശനങ്ങൾ നടത്തിയും പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചും തിരക്കഥ എഴുതി സിനിമകൾ സംവിധാനം ചെയ്തും സർഗവൈഭവം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള ഡോക്ടർ അംബേദ്കർ എക്സലൻസി ആർട്ട് അവാർഡ്, നാടകരചനയ്ക്കുള്ള PM താജ് പുരസ്കാരം, കുട്ടികളുടെ നാടക പ്രവർത്തനത്തിനുള്ള സഹിതി പുരസ്കാരം, കോർണർ നാടക പുരസ്കാരം, നന്മ കവിതാ പുരസ്കാരം എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കലാസാംസ്കാരിക പ്രവർത്തകനാണ് ദിലീപ് കീഴൂർ. ജനിക്കുമ്പോഴേ ഞാൻ ഭിന്നശേഷിയിൽ പിറന്നു എന്ന് തന്നെയാണ് ഞാൻ പലപ്പോഴും എഴുതാറുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു മറ്റ് രോഗകാരണമൊന്നുമല്ല, പിറവിയിലുള്ള ഗർഭാവസ്ഥയിലുണ്ടായ എന്തോ വ്യതിയാനങ്ങളോ ഉണ്ടോ മറ്റോ ആണ് അങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് പെടുന്നത്. അതിനുശേഷം ഉണ്ടായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ അമ്മ ഒരുപക്ഷെ അതിൽ ഒരുപാട് പ്രയാസപ്പെട്ട ഒരു സംഗതിയുണ്ട്. കാരണം ഭിന്നശേഷി കുഞ്ഞിനെ പ്രസവിച്ചത് കൊണ്ട് മാത്രം വെറുക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ സൊസൈറ്റിനോട് പല രീതിയിൽ പിടിച്ചു നിൽക്കേണ്ടി വന്ന ഒരു തരം അമ്മയുടെ മനസ്സ് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ കണ്ടിട്ടുണ്ട്. സാധാരണ ഭിന്നശേഷിക്കാരെ കുറിച്ച് ആൾക്കാർ പറയാറ്, എന്തെങ്കിലും ചെയ്താൽ പറയാറ് നിങ്ങൾക്ക് ദൈവം തന്ന സിദ്ധിയാണെന്നാണ് പറയാറ്. പക്ഷേ എത്ര പ്രയാസപ്പെട്ടാണ് ഓരോ ഭിന്നശേഷിക്കാരനും അവരുടെ ആ ഉടലിൻ്റെ അവസ്ഥയെ മറികടക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഉടലിനെ മാറ്റുന്നൊരവസ്ഥ ആണ് ശരിക്കും ഈ അവരുടെ ഈ സർഗവൈഭവം എന്ന് എനിക്ക് മനസ്സിലാക്കാനുണ്ട്. കേരളം നമ്മൾ ഈ ലോകത്തിൽ ഒരുപാട് ആൾക്കാരെ, ഒരുപാട് മനുഷ്യരെ നമ്മൾ പരിശോധിച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടാവും. ഒരു പക്ഷേ താൻ പെട്ട ഒരു ഉടലിൻ്റെ ഒരു ഗൂഢാവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം, അതിൻ്റെ പല അവസ്ഥാന്തരങ്ങളാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ സർഗപരത എന്നുള്ള സാധനം. അച്ഛൻ്റെ പേര് E.T. ബാലകൃഷ്ണൻ. ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം സൈനികനായിരുന്നു, സിഗ്നൽസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. റിട്ടയർ ചെയ്ത ശേഷം കേളപ്പജിയുടെ ഒക്കെ ഏറ്റവും അടുത്ത ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളാണ്. പൊളിറ്റിക്കലി
പിന്നെ എന്താ പറയുക വെള്ളീശ്വരൻ പോലെയുള്ള MP മാരോടൊപ്പം KP ഉണ്ണികൃഷ്ണൻ പോലെയുള്ള ആൾക്കാരോടൊക്കെ വർക്ക് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തിലൊക്കെ വർക്ക് ചെയ്ത് മിച്ചഭൂമി സമരമൊക്കെ വർക്ക് ചെയ്തൊരു മനുഷ്യനായിരുന്നു. അമ്മ ജാനകി അധ്യാപികയായിരുന്നു. ജാനകി ടീച്ചർ എന്ന് പറയും. എന്താണ് അമ്മയുടെ വീട്ടിലായിരുന്നു അച്ഛൻ താമസിച്ചത്. കാരണം അച്ഛൻ ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ ഭൂമി ദാനം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയൊരു മനുഷ്യൻ കൂടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്നത്. എനിക്കൊരു അനിയത്തി ഉണ്ട്, പിന്നെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയൊരു കുടുംബ സാഹചര്യത്തിൽ അന്ന് എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെയായിരുന്നു ഞാൻ വളർന്നത്. എൻ്റെ കുട്ടിക്കാലം ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഓർക്കുന്നു, കളിക്കളങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിന്നിട്ടുണ്ടായിരിക്കണം. കുറച്ചെങ്കിലും ചെറിയ കളിക്കളങ്ങളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരിക്കണം. പക്ഷേ വീട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഭിന്നശേഷിക്കാരൻ കുട്ടിയോട് കാണിക്കുന്ന ഒരു ഓമനത്വവും മറ്റുള്ള കരുതലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, ഭിന്നശേഷിക്കാരൻ കുട്ടിയായതുകൊണ്ട് തന്നെ കുടുംബത്തിലും അടുത്ത ബന്ധങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർ ഒരു പക്ഷേ ഒരു ഒരു എല്ലാം കുറഞ്ഞ ഒരാളെന്ന രീതിയിലാണ് എന്നെ സമീപിക്കുക. അതുകൊണ്ട് അത് മതിയടാ, എപ്പോഴും അത് മതിയടാ, നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ ചുരുക്കിക്കളയുന്ന, സ്വപ്നങ്ങളെ മുഴുവൻ ചുരുക്കിക്കളയുന്ന മറുപടിയായിരുന്നു അത് മതിയടാ എന്നായിരുന്നു. അപ്പം ആ രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങളോടൊക്കെ കുട്ടിക്കാലത്തുള്ള, അല്ലെങ്കിൽ ഈ കുട്ടിക്കാലത്ത് നിന്ന് കുറച്ചും കൂടിയും ഇത്തിരിയും കൂടിയും വയസ്സാകുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക, അതിനു വേണ്ടിയിട്ട് കലഹിക്കേണ്ടിയൊക്കെ വന്നിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിക്കാലമായിരുന്നു. കളിക്കളങ്ങളിൽ നിന്ന് വിട്ടു നിന്ന ഒരു കാര്യം കൂടി എന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതി. ഞാൻ ഈ സാധാരണ ഭിന്നശേഷിക്കാർ നേരിടുന്ന ഒരവസ്ഥ ബോഡി ഷേമിംഗ് ആണ്. കളിയാക്കലുകൾ, പരിഹാസം, മാറ്റി നിർത്തൽ ഒക്കെയാണ്. അതവരെ ശാരീരിക അവസ്ഥ ആണ്, അളവിലാണ് സാധാരണ മനുഷ്യർ, സാധാരണ കോമൺ സെൻസ് എന്ന രീതിയിൽ പിന്നെ വെച്ച് പറയാറ്. അപ്പം ഞാൻ എന്തായാലും കുറേ കാലം സ്കൂൾ തലങ്ങളിലോട്ട് അന്ന് പരിഹാസം ഉണ്ടായിരുന്നു. അതിന്നൊക്കെ ഒരുപാട് നേരത്തെ പറഞ്ഞ മാതിരി കളിക്കളങ്ങൾ, ക്ലാസ് മുറികളിൽ നിന്നൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു കുറേ നേരം നമ്മൾ ഏകാന്തതയിൽ നിന്ന് കഴിഞ്ഞാൽ, ഒറ്റപ്പെടൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എവിടെ നിന്നോ എപ്പോഴും എനിക്ക് ആ അവസ്ഥയെ മറികടക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്വയം ആ കളിക്കൂട്ടത്തോടു കൂടി പോയി കളിക്കുകയും സ്വയം കളിക്കുകയും പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ തുടങ്ങി, ഷട്ടിലൊക്കെ കളിക്കാൻ തുടങ്ങിയോടുകൂടി കളിക്കാൻ കഴിയുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ഞാൻ ആ കളിക്കൂട്ടത്തിലെത്തിയപ്പോൾ ഞാൻ ശരിക്കും അവരോടൊപ്പം പിടിച്ചു നിൽക്കുകയും ആ അവസ്ഥയെ മറികടക്കുകയാണ് ചെയ്തത്. ഞാനൊരു ഗോൾ കീപ്പറായിരുന്നു കുട്ടിക്കാലത്തൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ. അപ്പോൾ ആ അവസ്ഥയെ അതിലൂടെ മറികടന്നു വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അത്യാവശ്യം ചിത്രം വരയ്ക്കും, പിന്നെ അത്യാവശ്യം കൂടുതൽ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കാനുള്ള, കൂടുതൽ അളവിൽ നിൽക്കാനുള്ള ഒരു പിൻബലം ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യം ചിത്രകല കുറേ സ്വതന്ത്രമായിട്ട് വരച്ച ആളാണ്. കുറേ ലിറ്റിൽ മാസികയിൽ ഒക്കെ സ്വതന്ത്രമായിട്ട് വരയ്ക്കുകയുണ്ടായി. കുറേ രീതിയിൽ വരയ്ക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ആണ്, എക്സിബിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ശാസ്ത്രീയമായിട്ട് ചിത്രകല പഠിക്കണമെന്ന് തോന്നുകയും പിന്നെ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ അവിടെ പ്രിൻസിപ്പൾ എന്ന ലക്ഷ്മണൻ സാറായിരുന്നുണ്ടായിരുന്നു. അത് കുറേ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഇതിൽ KGC ഡിപ്ലോമ നേടുന്നത്. പക്ഷേ അതിന് ശേഷവും എക്സിബിഷന് ശേഷവും കേരള ലളിതകലാ അക്കാദമിയുടെ ഒക്കെ ക്യാമ്പുകൾ, എറണാകുളത്ത് വെച്ച് നടന്ന ക്യാമ്പുകൾ, മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച് നടന്ന ക്യാമ്പുകൾ, ശാസ്ത്രീയ പഠന ക്യാമ്പുകളൊക്കെ തന്നെ അതിലൊക്കെ അറ്റൻഡ് ചെയ്യും. ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യും. പിന്നെ നമുക്ക് ചിത്രകലയുടെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നമുക്ക് പിന്നെന്താ പറയുക, ഈ ഗവേഷണം നടത്താൻ, ഓരോരോ ചിത്രകാരനെ കുറിച്ച് പഠിക്കാൻ ഉള്ള അവസരം ചിത്രകലയിൽ തന്നെ ഉണ്ട് എന്നുള്ള. ഇപ്പോഴും നമുക്ക് ഓരോ ചിത്രകാരനെ കുറിച്ചും, കേരളത്തിലെ ഓരോ ചിത്രകാരനെ കുറിച്ചും, ലോകത്തിലെ ഓരോ ചിത്രകാരനെ പഠിക്കാനുള്ള അവസരം ഇന്ന് കേരളത്തിലുണ്ടെന്ന വിശ്വാസം. ഞാൻ അതുപോലെ ഒരു ചിന്തിക്കുകയും ചിത്രകലയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ വരച്ച ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യക്ഷമായ രൂപമാതൃകകളൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്താണോ ഇപ്പം കവിത എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുള്ളിലൊരു ആശയം വരുമ്പോൾ നമ്മളത് ഭാഷ കൊണ്ട് എങ്ങനെ അത് ക്രമീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇന്നതുകൊണ്ട് വരക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ രൂപം ക്രമീകരിക്കുക ചെയ്യുന്നത്. പ്രത്യേകമായ ഒരു പദ്ധതി പ്രകാരം, ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് പോലെ അല്ലെങ്കിൽ ഹ്യൂമൻ അനാട്ടമി കേന്ദ്രീകൃതമായിട്ടുള്ള
അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതി ദൃശ്യങ്ങളായിട്ടൊന്നും അല്ല വരച്ചിരുന്നത്. ഞാനൊരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ഉള്ള ചില സന്ദർഭങ്ങൾ, ജീവിതത്തിലെ സന്ദർഭങ്ങളൊക്കെയാണ് അന്ന് വരച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഇത്തരത്തിലുള്ള ഭയവിഹ്വലതകളുടെ ഒക്കെ ഒരു ലോകത്തു നിന്നുകൊണ്ടാണ് പലരുടെ ഈ രൂപങ്ങളും ഒക്കെ വരുന്നതെന്ന് പറയാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഭയം എന്നൊരു അവസ്ഥ നമ്മളെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഭയം ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി നമ്മളെ പിന്തുടരുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളൊക്കെ തന്നെ അത്തരത്തിൽ വന്നു പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് പ്രത്യേക പദ്ധതിയൊന്നും നമ്മൾ അതിൽ ക്രമീകരിക്കേണ്ടതില്ല. വരയ്ക്കുമ്പോൾ ഒരു പക്ഷേ പിന്നെ ആ രീതിയിൽ ഒരു പക്ഷേ ചോദ്യങ്ങളോടുകൂടി, അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെയോ ഒളിക്കുന്നത് പോലെയുള്ള ഒരു കഥാപാത്രങ്ങളുടെ ഒരു തുടർച്ച എന്നിൽ വരുന്നുണ്ട്. അത് ഒരുപക്ഷെ കാലം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ, കലാകാരനിൽ ഉണ്ടാക്കുന്ന ചില പ്രത്യേകതകൾ ഒരുപക്ഷെ എന്നിലും വന്ന് നിറഞ്ഞതായിട്ടുണ്ടാവാം. ഏറ്റവും കൂടുതൽ ചിത്ര പ്രദർശനം നടത്തിയത് കോഴിക്കോട് ലളിതകലാ ആർട്ട് ഗാലറിയിലാണ്. ആദ്യത്തെ എക്സിബിഷൻ 92-ലാണ് നടത്തിയത്. കോഴിക്കോട് കൾച്ചറൽ സർക്കിൾ നടത്തിയ തെരുവിൻ്റെ വാതിലുകൾ എന്ന് പറയുന്ന ഒരു എക്സിബിഷനായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സിബിഷൻ. പിന്നെ അക്കാലത്തൊക്കെയുള്ള ചില പിന്നെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് തെരുവോര ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ കുറേ കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെരുവോര ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കേരളത്തിലെ നാനാഭാഗത്തുള്ള കൂട്ടായ്മകളിൽ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് എക്സിബിഷൻ ഇക്കഴിഞ്ഞ ജൂൺ 8, 9, 10 തീയതികളിൽ എൻ്റെ ഒരു സോക്കർ പെയിൻറ്റിങ്സ് എന്നായിരുന്നു എൻ്റെ ലാസ്റ്റ് എക്സിബിഷൻ. 10ഓളം ഗ്രൂപ്പ് എക്സിബിഷനും 10ഓളം ഏകാംഗ പ്രദർശനങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട്. കോളേജിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന ദിലീപ് സാറിന്റെ സോക്കർ പെയിന്റിംഗ് പ്രദർശനം കാണാൻ പോയതായിരുന്നു. കാൽപന്ത് കളിയെ ഒരു ഭാഷയായി ഉപയോഗിച്ച് മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് സംഭാഷണ ചിത്രങ്ങൾ. പെയിന്റിങ്സുകളെ കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല, എങ്കിലും ഇവിടെയുള്ള ചിത്രങ്ങളിൽ ഞാൻ കണ്ടത് വിജയങ്ങളുടെ ആഘോഷമല്ല, ഒരു ശരീരത്തിന്റെ ക്ഷീണവും ഒരു കാലിന്റെ ഓർമ്മയും ഒരു പന്തിന്റെ യാത്രയും ഒരു ഗോൾ പോസ്റ്റിന്റെ ഏകാന്തതയുമായിരുന്നു. ചില ചിത്രങ്ങളിൽ മനുഷ്യനില്ലായിരുന്നു, പക്ഷേ അവന്റെ സാന്നിധ്യം മുഴുവൻ നിറഞ്ഞിരുന്നു. അതാണ് കലയുടെ ശക്തി, പറയാതെ പറയാനുള്ള കഴിവ്. നമ്മൾ പലപ്പോഴും ഫുട്ബോളിനെ 90 മിനിറ്റുള്ള ഒരു കളിയായിട്ടാണ് കാണുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. വ്യവസായ നഗരങ്ങളിലെ തൊഴിലാളികളുടെ വിശ്രമ സമയങ്ങളിൽ നിന്ന് തുടങ്ങി ലാറ്റിൻ അമേരിക്കയുടെ തെരുവുകളിലൂടെ, കേരളത്തിന്റെ ചെറിയ മൈതാനങ്ങളിലൂടെ ഫുട്ബോൾ ഒരു കളിയിൽ നിന്ന് മനുഷ്യരുടെ ഓർമ്മകളിലേക്ക് വളർന്നു. ഒരു സമൂഹത്തിന്റെ സന്തോഷവും നിരാശയും പ്രതീക്ഷയും വഹിക്കുന്ന സാംസ്കാരിക ഭാഷയായി അത് മാറി. അതുകൊണ്ടാകാം ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇവ ഒരു കളിയെ വരച്ച ചിത്രങ്ങളല്ല, മനുഷ്യന്റെ ചരിത്രത്തിലെ ഒരു അധ്യായത്തെ നിറങ്ങളിൽ വിവർത്തനം ചെയ്ത രേഖകളാണ്. ഒരു നല്ല ചിത്ര പ്രദർശനത്തിന്റെ പ്രത്യേകത അത് നമ്മളെ ചിത്രങ്ങളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, നമ്മളെ തന്നെ നോക്കാൻ പഠിക്കുക കൂടിയാണ്. ഞാൻ ആദ്യം എഴുതി തുടങ്ങിയത് ശരിക്കും കവിതകളാണ് എഴുതി തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഒരു കവിത എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴൊന്നുമല്ല, 1990 ഒരു ലിറ്റിൽ മാസികയിൽ പ്രസിദ്ധീകരിക്കാനുണ്ടായത് ഒരു കവിത, വര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ ഇറങ്ങിയ ഒരു ലിറ്റിൽ മാസികയിൽ. അപ്പോൾ അതൊരു പ്രചോദനമാവുകയും പിന്നെ നിരന്തരം കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഒരുപാട് സ്റ്റഡി സർക്കിൾ, മാതൃഭൂമി സ്റ്റഡി സർക്കിൾ, പിന്നെ ചില സാംസ്കാരിക സംഘങ്ങൾ, അങ്ങനെയുള്ള ചില ഇടത്തുനിന്ന് കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത് പിന്നെ നന്മയുടെ ഒരു കവിതാ പുരസ്കാരം ഉണ്ടായിട്ടുണ്ട്. അപ്പം കവിത്വം എന്ന് പറയുന്ന സംഗതികളുണ്ടല്ലോ, നമുക്ക് ഞാൻ ഭാഷ പഠിച്ചൊരു മനുഷ്യനായതുകൊണ്ട് പിന്നെ ഒരുപക്ഷെ KG ശങ്കരപ്പിള്ള, ആറ്റൂര് വർമ്മ, റഫീഖ് അഹമ്മദ് പോലെയുള്ള ആ കാലഘട്ടങ്ങളിലാണ് നമ്മൾ കവിത വായിച്ചു തുടങ്ങുന്നത്.
പിന്നെ പൂർണ്ണമായിട്ട് ഒരു മാധവൻ അയ്യപ്പത്ത് പോലെയുള്ള ഐക്കു കവിതകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്, വൈലോപ്പിള്ളിയുടെ കവിതകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ കവിത കൂടുതൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ കവിത കൂടുതൽ ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവത്തിൽ കൂടിയാണ് ഞാൻ കവിതകളെ കുറിച്ച് കാണുന്നത്. എനിക്ക് അടുത്ത കാലത്ത് ഞാൻ എഴുതിയിൽ വെച്ചിട്ട് ഒരു പ്രസിദ്ധമായ കവിത ഗൂഗിളിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്ന ഒരു കവിത. കവിത ഗൂഗിളിൽ മഴ പെയ്യുന്നു. എവിടെയോ ഓർമ്മ കൈവിട്ടുപോയി, നനഞ്ഞു കുതിർന്നൊരു പുസ്തകം പോലെ. വാക്കുകൾ ഒലിച്ചുപോയ കടലാസ്. വാക്കുകളില്ല, മുഖങ്ങളില്ല, ഈച്ച മൂളുന്നത് പോലെ ഞരക്കം. ചിലപ്പോൾ മുരൾച്ച പോലെ നീങ്ങുന്ന ഒച്ചിനെ പോലെ. ഏത് കാട്ടിലാണ്, തെരുവിലാണ്, ദിക്കിലാണ്. പകൽ സ്വപ്നത്തിൻ്റെ ഓട്ടവും കഴിഞ്ഞ് സഹോദരൻ അയ്യപ്പൻ റോഡും കടന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ചാരുബെഞ്ചിൽ നനഞ്ഞ കടലാസ് പോലെ ചാരിക്കിടന്നു. ഏകാന്തതയും മിഠായിത്തെരുവും കടന്ന് കടലാസ് പൊതി പാറി നീങ്ങുന്നു. നിലക്കടലയുടെ തോടുപോലെ മാഞ്ഞുപോയ കാഴ്ചയുടെ തൂവലുകൾ. ഒറ്റമരമുള്ള ഉച്ചിക്കുന്നത്ത് കാറ്റുകൊണ്ട് നിന്നപ്പോൾ വിറച്ച് ഇലകളുടെ സിംഫണി. മരണക്കയത്തിലെ കരച്ചിൽ പോലെ വാരി വലിച്ചിട്ടൊരു ഹോസ്റ്റൽ മുറിയിൽ, കാപ്പി മണക്കുന്നൊരു അലമാരയിൽ, അലക്കിൽ തേച്ച സോപ്പ് മണത്തിൽ, അമ്മയുടെ നനുത്തുവെന്ത വെളിച്ചെണ്ണ കയ്യിൽ, അരിസ്റ്റോ ജംഗ്ഷനിലെ തട്ടുകടയിൽ, കൈതുടച്ചെറിഞ്ഞ കടലാസിൽ, പാതിരാ ബസ്സിലെ വിയർപ്പിൽ കുതിർന്ന ടിക്കറ്റിൽ, പോക്കറ്റിലൊളിച്ച 10 രൂപ ചുരുളിൽ, പനി വിറച്ചു കിടന്ന മരുന്നു രസീതിൽ എവിടെയോ മറന്നുപോയി. ഒറ്റപ്പെട്ട് യന്ത്രമെന്ന് തോന്നിച്ച ഒരുടലിൽ പൊട്ടിച്ചിപ്പുകളുടെ കുതിരലുകൾ. ഒറ്റപ്പെട്ട് യന്ത്രമെന്ന് തോന്നിച്ച ഒരുടലിൽ പൊട്ടിച്ചിപ്പുകളുടെ കുതിരലുകൾ. ഓർമ്മയെ മാന്തിയെടുക്കാൻ മഴയുടെ കൂർത്ത തുള്ളികൾ, നിറയെ ഇടിമിന്നലുകൾ. ഗൂഗിളിൽ മഴ പെയ്യുന്നു. നാടകം എന്ന് പറയുന്നൊരു, ശരിക്കും അതിന് എല്ലാവരും പറയുന്നത് നാടിൻ്റെ അകം, നാടിൻ്റെ മനസ്സ് എന്ന് പറയുന്ന അതിലൊരു ഗ്രാമീണത കൂടിയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ നാടകം നടക്കുമായിരുന്നു. അപ്പം അത് കൗതുകത്തോടെ കണ്ടിരുന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നാട്ടിൻപുറത്തൊരു നാടകം നടക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ തന്നെ നമ്മളെ സീനിയറൊക്കെ ആയിട്ടുള്ള കുറേ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള CK രാജനും പിന്നെ വിനീതേട്ടനൊക്കെയാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത്, നാടകത്തിൻ്റെ ഒരുപാട് എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ പിന്നെ എഴുതിയിട്ടുണ്ട്. നാട്ടിലെ ഗ്രാമീണ കലാവേദികൾക്ക് എഴുതി. പിന്നീട് കലോത്സവങ്ങളിൽ ഒരുപാട് നാടകം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം മെയിനായിട്ട് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അറബിക് ഡ്രാമകൾ മലയാളത്തിൽ നാടകം എഴുതി അത് അറബിക് ടീച്ചേഴ്സിനെ കൊണ്ട് തർജ്ജമ ചെയ്യിച്ചുകൊണ്ട് അറബിക് നാടകങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ നാടകം ചെയ്തിട്ടുണ്ട്. ബിസോൺ ഇന്റർ കോളേജിയറ്റിൽ നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷത്തെ PM താജ് അവാർഡ് എൻ്റെ പിന്നെ നാടകത്തിനായിരുന്നു. പിന്നെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന നാടകത്തിനായിരുന്നു. ഈറ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന നാടകം സംസ്ഥാന മികച്ച കോർണർ പ്ലേ തെരുവു നാടകത്തിനുള്ള അവാർഡ് കിട്ടി. അങ്ങനെയുള്ള പിന്നെ കുട്ടികളുടെ ചെറു നാടകങ്ങൾക്ക് സാഹിത്യ പുരസ്കാരവും കിട്ടി. സിനിമ നമുക്ക് തരുന്ന ഒരു ലോകം വേറൊരു ലോകമാണ്. ചിത്രലോകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിത്രം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ വേറൊരു ചലിക്കാത്ത ഇതാണെങ്കിൽ സിനിമ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ ഒരു സ്വഭാവം, ദൃശ്യ ശ്രവ്യ മാധ്യമമാണ് സിനിമ എന്നുള്ളതാണ്. അപ്പം അത് നമ്മളെ വല്ലാതെ അതിൻ്റെ കൂട്ടിക്കൊണ്ടുപോകും. ഇപ്പം എന്നെയൊക്കെ ആകർഷിച്ച സിനിമ എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലെ പത്മരാജൻ്റെ ഒക്കെ സിനിമകൾ എന്നെ വല്ലാതെ ആകർഷിച്ച സിനിമകളാണ്. കുമ്മാട്ടി എന്ന് പറയുന്ന സിനിമ ആകർഷിച്ചതാണ്. അപ്പം പിന്നെ ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു സിനിമ ആകർഷിച്ചതാണ്. കുറസോവയുടെ റാഷമോൺ ആകർഷിച്ചതാണ് ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആകർഷിക്കപ്പെടുമ്പോൾ കഥ പറയുന്ന സ്വഭാവം, എങ്ങനെ ഇതിൻ്റെ കഥ പറയാം, നമ്മളിപ്പോൾ ആമയും പോയിലും പന്തയം വെച്ചു എന്നുള്ള കഥ എങ്ങനെ നമുക്ക് മനസ്സിലേക്ക് ഒരു സിനിമാറ്റിക്കായിട്ട് കാണാം എന്നുള്ളതാണ് നമ്മൾ സിനിമയെ പിന്നെ മോഹിപ്പിച്ച ഒരു കലയായിട്ട് സിനിമ മാറുമെന്നുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ്.
അപ്പം ശരിക്കും ഫിലിമിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചത് ആ സുഹൃത്തിൽ നിന്നാണ്. അപ്പം സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു സിനിമ എങ്ങനെ ചെയ്യാം, സിനിമ എങ്ങനെ രൂപപ്പെടുത്താം, സിനിമയുടെ എന്താ പറയുക സൗന്ദര്യം, സിനിമയുടെ രൗദ്രം, സിനിമയുടെ ഒരു ഫാൻറ്റസി ഒക്കെ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സമയം ഒക്കെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത കുറച്ച് ഷോർട്ട് ഫിലിംസുകൾ തിരക്കഥ എഴുതിയിട്ടുണ്ട്. എഴുതിയ തിരക്കഥകൾക്ക് എനിക്ക് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്യുമെൻ്ററികളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ സിനിമയുടെ ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ. എനിക്ക് ഐ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ആദ്യത്തെ തിരക്കഥയ്ക്കുള്ള ഒരു അവാർഡ് കിട്ടുന്നത്. അതിന് ഒരു അവാർഡ് മാത്രമല്ല, തിരക്കഥയ്ക്ക് ഏതാണ്ട് 12ഓളം പുരസ്കാരങ്ങൾ ഐ എന്ന് പറയുന്ന തിരക്കഥയ്ക്ക് ലഭിച്ചു. പിന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കും അതിൻ്റെ ഒരു നോമിനേഷൻ കിട്ടി. പിന്നെ ഡോക്യുമെൻ്ററി ഒരു പരിസ്ഥിതി വാട്ടർ കളർ യെല്ലോ എന്ന് പറയുന്ന ഒരു സിനിമ പരിസ്ഥിതി ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ നത്തിങ് ബട്ട് ബ്ലഡ് എന്ന് പറയുന്ന സിനിമ ഹൈക്യൂ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ ഞാൻ ആദ്യം ചെയ്തത് ഡോക്യുമെൻ്ററിയാണ്. അത് ഭിന്നശേഷിക്കാരെ കുറിച്ചുള്ളതാണ്. അപൂർണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമ. അത് ഒരുപാട് യാത്ര ചെയ്തും ഗവേഷണം ചെയ്തും ഒക്കെ ഉണ്ടാക്കിയ സിനിമയാണ്. അതും ഒരുപാട് സ്ഥലങ്ങളിൽ പ്രദർശിക്കപ്പെടുകയും ഒക്കെ ചർച്ച ചെയ്ത ഒരു സിനിമയാണ്. ഈ പൊതുസ്ഥലം എന്ന് പറയുന്ന പൊതു ഇടങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം ഞാൻ നഗരങ്ങളിലൊക്കെ ഏകദേശം ഒരു പരിഷ്കാരമൊക്കെ മാറി വരുന്നുണ്ട്. റോഡിലുള്ള യാത്ര, ഇലക്ട്രോണിക് വീൽചെയറൊക്കെ പോകാനുള്ള പാതകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ സ്റ്റെപ്പുകളുണ്ട്. ഈ എൻജിനീയറിംഗ് ഉണ്ട് ശരിക്കും. ഈ റോഡ് പോലെയുള്ള വഴികൾ, സ്റ്റെപ്പുകൾ ഒക്കെ വരെയുള്ള സംഗതികളൊക്കെ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പോയത്, ഞാനൊരു ഇൻ്റർവ്യൂവിനൊരിക്കൽ പോയ സമയത്ത് പിന്നെ എന്താണ് നടന്നു കയറുകയുണ്ടായത്. മേലേക്ക് നടന്നു കയറി പോയ സമയത്ത് ഇൻ്റർവ്യൂ ബോർഡിൽ എന്നോട് ഒരാൾ ചോദിച്ചത്, നിങ്ങൾ ജോലിക്ക് വരുമ്പം ഇത്രയേറെ നടന്നു കയറണ്ടേ എന്നൊരു പരിഹാസ ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ വേണ്ടിയുണ്ട്. അപ്പം സ്റ്റെപ്പുകൾ, ഏണിപ്പടികൾ ഒക്കെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അവിടെയൊന്നും ഒരു തരത്തിലുള്ള പിന്നെ ഇടങ്ങൾ നമുക്ക് ആയി വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി പോലീസ് എന്ന് പറയുന്ന വിഭാഗം വർക്ക് ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാത്രമാണ്. അവിടെ സൗഹൃദ ക്ലിനിക്കുകളുണ്ട്. പിന്നെ മാത്രമല്ല, സൗഹൃദം അവരുടെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള, പിന്നെ അവരുടെ എന്താ പറയുക ഫാൻറ്റസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഇടങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് 1981 വന്നിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഗവേഷണത്തിലൊക്കെ തെളിഞ്ഞു കാണുന്നത്. അത്രയും സംഗതികൾ തെളിഞ്ഞു കാണുന്നത്. ഇവിടെ ഇപ്പം എന്താ പറയുക, ഇതിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഭിന്നശേഷിക്കാരൻ്റെ പ്രണയം, വിവാഹം, ദാമ്പത്യത്തിൽ പോലും ഈ വളരെയധികം പിന്നെ സ്വകാര്യമായിട്ട് കടന്നു കയറുന്ന ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു തരം ഒരു അനീതി അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവ് ഇതിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭിന്നശേഷി ഇപ്പോഴൊരു ഗവേഷണ വിഷയമായി മാറിയിട്ടുണ്ട്. ഡിസബിലിറ്റി സ്റ്റഡീസ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്, അഥവാ മൈനോറിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സംഗതി. ഞാൻ എഴുതിയ ദൈവത്തിൻ്റെ ഇറച്ചി എന്ന പുസ്തകം ഭിന്നശേഷി കുറിപ്പുകൾ എന്ന രീതിയിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. മലയാളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി കൃതിയായിട്ട് ഡോക്ടർ കെ പി രവിചന്ദ്രൻ ആ പുസ്തകത്തിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിലൊരു ലേഖനം കൂട്ടിച്ചേർത്തുകൊണ്ട് ഭിന്നശേഷി പ്രതിദാനം വ്യവഹാരം എന്നുള്ളൊരു സമ്പൂർണ്ണ കൃതി ഈ യൂണിവേഴ്സിറ്റിയിൽ ചർച്ചയ്ക്ക് വരികയും ചെയ്ത സമയമാണ്. മിക്കവാറും ഈ ഇന്നത്തെ കാലം മിക്കവാറും ഈ ലോകം തന്നെ, ലോകത്തിൻ്റെ അളവുകളൊന്നും ഭിന്നശേഷിയുടെ അളവുകളേ അല്ല. ഞാനിരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലെ വീടുകൾ, പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ വീടുകൾ ഒന്നുപോലും ഭിന്നശേഷി സൗഹൃദങ്ങളുള്ള വീടല്ല. മുനിസിപ്പാലിറ്റി പോലും ഭിന്നശേഷി സൗഹൃദമുള്ള ഇടമല്ല. ഇടവഴികൾ, പൊതു ഇടങ്ങൾ ഒന്നും ഭിന്നശേഷി സൗഹൃദമല്ല. മനുഷ്യ മനസ്സുകൾ പോലും ഭിന്നശേഷി സൗഹൃദമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ റബല് പോലെ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടോ ചോദ്യം ചോദിച്ചുകൊണ്ടോ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് മനുഷ്യർ നമ്മളെ അവിടെ ചോദിക്കാറുള്ളത് എന്നുള്ളതാണ്. പണ്ട് അയിത്തം ജാതിനെ അയിത്ത കാലത്ത് താഴ്ന്ന ജാതിക്കാരെന്നൊക്കെ വിളിച്ചുകൊണ്ട് എങ്ങനെയാണ് പിന്നെ
മനുഷ്യർ മാറ്റി നിർത്തപ്പെട്ടതുപോലെ തന്നെ മാത്രമല്ല ഇപ്പം നിയമവ്യവസ്ഥതയുണ്ട്, ഒരുപാട് നിയമവ്യവസ്ഥതയുണ്ട്. പക്ഷേ ഈ നിയമവ്യവസ്ഥയൊന്നും പിന്നെ ഏത് സർക്കാരായാലും അത് ഉത്തരവായാലും ഒന്നും അംഗീകരിക്കപ്പെടുന്നതോ പാലിക്കപ്പെടുന്നതോ ഒന്നുമല്ല. ഇത് ഉടൻ എന്ന് പറഞ്ഞിരിക്കുന്ന പിന്നെ എന്താ പറയുക ഒരു കാര്യക്കാരൻ എപ്പോഴും പിന്നെ ശരീര സൗഭാഗ്യമുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളൊരു തോന്നൽ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഈ പിന്നെന്താ പറയുക ആരോഗ്യം കുറഞ്ഞിട്ടുള്ള ഉടലിൽ സൗന്ദര്യം കുറഞ്ഞിട്ടുള്ള മനുഷ്യർ ഒക്കെ തന്നെ പിന്നിലേക്ക് പുറന്തള്ളപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥ കൂടി ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരുടെ ഒരു സൗഹൃദ ജനാധിപത്യത്തിന് വേണ്ടി കൂടിയാണ്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ ഔദ്യോഗിക ജീവിതം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ജോലി, തൊഴിൽ എന്നൊക്കെ പറഞ്ഞുള്ള സംഗതിയുണ്ട്. അതിൽ ഒക്കെ കടക്കുമ്പോഴാണ് കേരളത്തിലൊക്കെ സംഭവിച്ച അശാസ്ത്രീയമായ തൊഴിൽ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അശാസ്ത്രീയമായ തൊഴിൽ സംവിധാനങ്ങളാണ് കേരളത്തിൽ ഇന്നോളം എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഇപ്പോൾ PSC ഒക്കെ കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടു വരികയാണ് പല രീതിയിൽ. ഭിന്നശേഷിക്കാരെ പിന്നെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയൊക്കെ നിയമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ തമാശയ്ക്ക് പറയാറുള്ളത് KSRTCയിൽ ഡ്രൈവറായിട്ട് ഒരുപക്ഷെ KSRTCയിൽ ഡ്രൈവറായിട്ട് ഒരു അന്തരെ നിയമിക്കാനും പോലും സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഒറ്റക്കൈയുള്ളൊരു മനുഷ്യനെ ഒരു ഗോഡൗണിൽ നിയമിക്കാൻ കത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം നമുക്കറിയാലോ, കയറ്റിറക്ക തൊഴിലാളിയായിട്ട് ഒറ്റക്കൈ ഒരു മനുഷ്യൻ. ഇങ്ങനെ അശാസ്ത്രീയമായി ശാരീരിക പരിമിതിയുള്ള മനുഷ്യനെ മുഴുവൻ ഒരു പിന്നെ സർക്കാരിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി കൂടുതൽ അശാസ്ത്രീയമായി നിയമിക്കുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2017 പാർലമെൻറ്റിൽ പിന്നെ പ്രത്യേക തൊഴിൽ നിയമവും പിന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ കാര്യം അന്വേഷിക്കുമ്പോൾ ഈ വകുപ്പുകളെക്കുറിച്ചും ആക്റ്റുകളെക്കുറിച്ചൊന്നും ഇവർ ശാസ്ത്രീയമായിട്ട് യാതൊരു തരത്തിലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ദിനോസറുകളുടെ ഓഫീസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മലയാളത്തിൻ്റെ ഒരു പത്രത്തിൽ സൺഡേ സപ്ലിമെൻറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ദിനോസറുകളുടെ ഓഫീസുകൾ. ഞാൻ പോയ സമയത്ത് എനിക്ക് 15-ാം വയസ്സ് മുതൽ അപ്പോൾ സർക്കാർ ഓഫീസുകളിൽ നിന്ന് വഴി നേരിട്ട പ്രയാസങ്ങൾ, എംപ്ലോയ്മെൻറ്റ് ഓഫീസ് മുതൽ പല ഓഫീസുകളിൽ POC ഓഫീസ് മറ്റു ഓഫീസുകളിലൊക്കെ നേരിട്ട വലിയ പ്രയാസങ്ങളാണ്. നമ്മളെ ഒന്ന് മുഖത്തോട് പിന്നെ നോക്കാൻ പോലും മടി കാണിക്കാത്ത ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ മേഖല വീണ്ടും ചർച്ചയ്ക്കും പിന്നെ കൂടുതൽ പഠന വിധേയമാക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരെ ആദ്യം വിളിച്ചത് വികലാംഗർ, അംഗപരിമിതർ എന്നൊക്കെ വിളിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അംഗപരിമിതനാണ്, വികലാംഗനാണെന്ന്. എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ചട്ട എന്നാണ്. ആദ്യം മലയാള പദം ചട്ട എന്ന് പറയുന്നൊരു പദമാണ് മലയാളത്തിൽ. അത് ചട്ട എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീകൾ അണിയുന്ന ഒരു ഉടുപ്പ് എന്നുള്ളതാണ് ചട്ട എന്ന് പറയുന്നത്. പക്ഷെ ചട്ട എന്ന് പറഞ്ഞാൽ ഈ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന്. ഈ ചട്ടെന്ന് വിളിച്ചിട്ട് ആൾക്കാരെയൊക്കെ മുടന്തൻ, കണ്ണുപൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് അതൊരു സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പം ദിവ്യാംഗൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദിവ്യാംഗൻ കോച്ച്, ദിവ്യാംഗൻ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ദിവ്യമായ എന്താ പറയുക, അതിന് പറയുന്നത് ഗ്ലോറിഫൈഡ് ബോഡീസ് എന്നാണ്. ഗ്ലോറിഫൈ ചെയ്ത ബോഡീസാണ് ഒരു ഭിന്നശേഷിക്കാരനെ വിളിക്കുന്നതിൽ ഒരു പന്തികേടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു ഗ്ലോറിഫൈഡ് ബോഡി അല്ല. കാരണം എന്നിലെ പെയിനും എന്നിലെ ഏകാന്തതയും എന്നിൽ ഒരു ഭയങ്കര കരുതലൊക്കെ ഉള്ളൊരു ശരീരം എങ്ങനെയാണ് ഒരു ദിവ്യാംഗൻ ശരീരമായിട്ട് മാറുക എന്നുള്ളതാണ് എന്നോട് തന്നെ ഉള്ളൊരു ചോദ്യം. 2017 എനിക്ക് ഒരു ദേശീയ പുരസ്കാരം ഡോക്ടർ അംബേദ്കറിൻ്റെ നാഷണൽ എക്സലൻസി ആർട്ട് അവാർഡ് ലഭിച്ചു. അത് എൻ്റെ മൊത്തം തരത്തിലുള്ള മേഖലയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ നാടക രചനകൾക്കുള്ള സാഹിതി പുരസ്കാരമായിരുന്നു കിട്ടിയിരുന്നത്. പിന്നീട് എനിക്ക് നാടക രചനയ്ക്കുള്ള പിന്നെ PM താജ് പുരസ്കാരം കിട്ടി. പിന്നെ കോർണർ പ്ലേ നാടക പുരസ്കാരം കിട്ടി. പിന്നെ നന്മയുടെ പിന്നെ ഈ കവിതയ്ക്കുള്ള പുരസ്കാരം കിട്ടി. പിന്നീട് പല സംഘടനകളും എൻ്റെ കലാ സേവനത്തിലുള്ള ഓരോ രീതിയിൽ നമ്മളെ സ്നേഹപൂർവ്വം ആദരിച്ചിട്ടുണ്ട്. അതൊക്കെ ആണ് എനിക്ക് ഉള്ള ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു സന്തോഷമായിട്ട് തോന്നുന്നു.
ഞാനിപ്പോൾ 2 പുസ്തകങ്ങളുടെ രചനകളിലാണ്. ഒന്ന് പൂർത്തിയായി കഴിഞ്ഞു, മറ്റൊന്ന് ഏതാണ്ട് പൂർത്തിയാകുന്നു. ഒന്ന് ആനന്ദ ജന്തുവിൻ്റെ നിൽപ്പ് സമരങ്ങൾ എന്ന് പറയുന്നൊരു നോവലാണ്. അത് എൻ്റെ നാട് കീഴൂരിൻ്റെ ജന്മദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അവിടുത്തെ ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ക്ഷേത്രത്തിലെ ദളിതൻ്റെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ക്ഷേത്ര ആചാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാരണവരുടെ നേരിട്ട അവഹേളനത്തെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ്. അപ്പം അതിലിപ്പം ഇപ്പോഴും എന്താ പറയുക, നാട്ടിലൊക്കെ പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐതിഹ്യം ഉണ്ടാവും. ആ ഐതിഹ്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ദളിതരെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഒരു മിത്ത് കണ്ടുവച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാനിത് അന്വേഷിച്ച് പോയപ്പോൾ പല സ്ഥലങ്ങളിലും ഒരേ മിത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു കാരണം പറയാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ കീഴൂരിൽ നടന്ന ഒരു മനുഷ്യൻ്റെ ഹൈത്ത ആചാരമായി ബന്ധപ്പെട്ടുള്ള ഒരു നിൽക്കൽ സമരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ നോവൽ ഇപ്പം പൂർത്തിയാക്കിയിട്ടുള്ളത്. 2 ഒരു ഭിന്നശേഷിക്കാരൻ്റെ കാമമോഹിതങ്ങളെ കുറിച്ചുള്ള ഒരു സംഗതികളാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഭിന്നശേഷി ശരീരത്തിൻ്റെ അവർക്കൊരു കാമമോഹിതങ്ങളുണ്ട്. എന്താ പറയുക, ഉടലിൻ്റെ ഒരുപാട് സമോഹനങ്ങളുണ്ട്, റൊമാൻറ്റിക് അവസ്ഥയുണ്ട്, പ്രണയങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഫാൻറ്റസികളെ കുറിച്ചുള്ള ഒരു ചെറു പുസ്തകമാണ് ആക്രാന്തം, ആർത്തി, ആശ്ലേഷം എന്ന് പറയുന്ന ഒരു പുസ്തകം. ഈ 2 പുസ്തകവും ഏതാണ്ട് സെപ്റ്റംബറിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി ഈ സോണി, അവർ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, ഇപ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യാണ്. പിന്നെ മകൻ മിലിറ്ററിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മകൻ്റെ പേര് ഗസൽ എന്നാണ് പേര്. മകൾ ഗയ, അവൾ പിന്നെ ഡിഗ്രിക്ക് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ഞതിൽ പഠിക്കുന്നുണ്ട്. സഹോദരിയുണ്ട് ദീപാറാണി, അവർ വിവാഹം കഴിഞ്ഞു. പിന്നെ ഭർത്താവ് ശിവൻ എന്നാണ് പേര്. അവരിപ്പം പെരുമ്പാവൂരിലാണ് താമസിക്കുന്നത്. ഇത്രയുമാണ് എൻ്റെ ചെറിയ കുടുംബം. ഒരുപാട് എല്ലാ മനുഷ്യനും ഉണ്ടാകുന്നത് പോലെ ഒരു സ്വപ്ന പദ്ധതികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചില സ്വപ്ന പദ്ധതികളിൽ ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കുട്ടികളുടെ ഒരു സിനിമയാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു സിനിമ ചെയ്യാവുന്നതാണ്. രചനയും സംവിധാനമൊക്കെ ചെയ്തുകൊണ്ട് ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് ഏതാണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു എഴുത്തുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടാമത്തേന്ന് വെച്ചാൽ ഞാനിങ്ങനെ പലപ്പോഴും വിചാരിക്കും മൈ ലാസ്റ്റ് എക്സിബിഷൻ എന്ന രീതിയിൽ എനിക്കൊരു ചിത്രപ്രസരം നടത്തണമെന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ ശരീരമൊക്കെ അങ്ങനെ ക്ഷീണിച്ച് വരിക, ഇരുന്ന് വരക്കാനുള്ള ഒരവസ്ഥയൊന്നുമില്ല. അങ്ങനെ ഒരു സംഗതികളുണ്ട്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ പ്ലാൻ ചെയ്ത കുറച്ച് പുസ്തകങ്ങളുണ്ട്. പിന്നെ എഴുതിയിട്ട് പൂർത്തിയാക്കിയ കുറേ തിരക്കഥകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി എനിക്കുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ ഒപ്പം ഈ സൗഹൃദങ്ങളെ, എൻ്റെ കൂടി പഠിച്ച, എൻ്റെ കൂടി കളിച്ച, എൻ്റെ കൂടി നാടകത്തിലും സിനിമയിലും ഒക്കെ വർക്ക് ചെയ്ത ഒക്കെ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങളൊക്കെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.